സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള പത്തനംതിട്ടയിൽ സമാപിച്ചു. സംഗീത കലാപരിപാടികൾ കൊണ്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളുകൾ കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ചതായിരുന്നു മേള. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് 7 ദിവസം നീണ്ടുനിന്ന മേള അവസാനിച്ചത്. പാട്ടും മേളവുമായി പത്തനംതിട്ടക്കാർക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചാണ് എന്റെ കേരളം വിപണന പ്രദർശനമേള സമാപിക്കുന്നത്. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. മന്ത്രി വീണ ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഉദ്ഘാടന വേളയിൽ ഇവിടെ പറഞ്ഞതുപോലെ ഉദ്ഘാടനം വൈകുന്നേരമാണ് നടന്നത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ സ്റ്റോളുകളിൽ ആളുകൾ നിറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റോളുകളിലേക്ക് പോയാൽ അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നമ്മുടെ സ്റ്റോളുകൾ വിസിറ്റ് ചെയ്യുകയാണ്. ഈ മേളയുടെ പ്രദർശന വിപണന മേള വെറും ഒരു കാഴ്ചയ്ക്കുള്ള മേളയായിട്ട് മാത്രമല്ല ക്രമീകരിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ച് പൊതു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിലാണ് നമ്മൾ ഈ മേള ക്രമീകരിച്ചത്. മേളയിലൂടെ സർക്കാരിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായെന്ന് പ്രമോദ് നാരായണൻ MLA. ജില്ലയുടെ വികസനത്തിൽ ഇനി അവശേഷിക്കുന്ന ഈ ഗവൺമെന്റിന്റെ കാലാവധിക്കിടയിൽ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനും ജനകീയ അഭിലാഷങ്ങൾ സാധ്യമാക്കാനുമുള്ള ജാഗ്രതയും ഉത്തരവാദിത്വവും കൂടുതൽ നമുക്ക് പകരുന്നത് കൂടിയാണ് ഈ പ്രവർത്തനം. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ, കേരളത്തിന്റെ സമൂല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന പദ്ധതികൾ എന്നിവ ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനുള്ള അവസരമാണ് എന്റെ കേരളം പ്രദർശനമേള ഒരുക്കിയത്. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സ്റ്റോളുകളിലൂടെയും സെമിനാറുകളിലൂടെയുമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. വിവിധ സേനകളുടെ ഉപകരണങ്ങളും വകുപ്പുകളുടെ പ്രദർശനങ്ങളും മേളയുടെ ഭാഗമായി. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സ്റ്റോളുകളും ജനങ്ങൾക്ക് പുതിയ അറിവ് സമ്മാനിച്ചു. ദിവസം നീണ്ടുനിന്ന മേളയിൽ വിവിധ കലാകാരന്മാരുടെ പങ്കാളിത്തവും ഉണ്ടായി. രാത്രി ഏറെ വൈകിയ നേരങ്ങളിലും ആടിയും പാടിയും പത്തനംതിട്ട ജില്ല ആഘോഷങ്ങളുടെ ഭാഗമായി. മേള അടിപൊളിയെന്നാണ് കാണാനെത്തിയവരുടെ അഭിപ്രായം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. കാരണം 4 കൊല്ലം കൊണ്ടുള്ള വികസനങ്ങളെക്കുറിച്ചും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റി. അത് കാണാനും പറ്റി. ഭയങ്കര സൂപ്പറായിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഭംഗി, സൂപ്പറായിരുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.